എന്നും പൂക്കളുണ്ടാകുന്ന മിനിയേച്ചർ ആന്തൂറിയം ചെടികൾ കണ്ടാലോ? അതിനു മുമ്പായി എല്ലാവർക്കും ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയ പ്ലാന്റ്സുകളാണ് മിനിയേച്ചർ ആന്തൂറിയം പ്ലാന്റ്സ്. ചെറിയ രീതിയിലൊന്ന് പരിചരണമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്നും പൂക്കളുണ്ടാവുകയും ചെയ്യും. കൂടുതൽ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ തന്നെ, എല്ലാ ദിവസത്തെ പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിവയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും സാധിക്കും. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പോട്ടി മിക്സാണ്. പോട്ടി മിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ ബയോപിറ്റിൻ്റെ അളവ് കൂടുതൽ എടുത്തിട്ട് മണ്ണിൻ്റെ അളവും അതുപോലെ തന്നെ അതിൽ ചേർക്കുന്ന മാന്യൂർ, അതിലേക്കുള്ള വളങ്ങൾ, ചാണകപ്പൊടി ആയാലും കമ്പോസ്റ്റ് ആയാലും അവ 1% ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേരോട്ടം കിട്ടാനും എല്ലാ ദിവസത്തെയും നനവ് ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. ബയോപീറ്റ് എന്ന് പറയുമ്പോൾ കുറേ പേർക്കൊക്കെ സംശയം ഉണ്ടാകും ഇതേതാണെന്നുള്ളത്. കൊക്കോപീറ്റ് വാഷ് ചെയ്തിട്ട് അതിൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് വരുന്നതാണ് ബയോപീറ്റ്. ബയോപീറ്റ് നിർബന്ധമില്ല, നമുക്ക് കൊക്കോപീറ്റ് തന്നെ മതി. കൊക്കോപീറ്റ് ഉപയോഗിക്കുമ്പോൾ അത് വാഷ് ചെയ്ത് വന്നതാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനി വാഷ് ചെയ്യാത്ത കൊക്കോപീറ്റാണ് നിങ്ങളുടെ കൈവശം ഉള്ളതെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ 5 ഗ്രാം കാൽഷ്യം നൈട്രേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത ശേഷം അതിൽ കുതിർത്തി വെച്ച് ഉണക്കിയ ശേഷം, അതായത് അതിൽ നിന്നും വാരിയെടുത്ത് അത്യാവശ്യം ആ വെള്ളമൊക്കെ തോർന്നതിന് ശേഷം മാത്രം പോട്ടി മിക്സിലേക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആന്തൂറിയം പ്ലാന്റ്സുകൾക്കൊന്നും ഒരുപാട് അടിവെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ഒരല്പം ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് വളങ്ങളോ മാത്രം ആഡ് ചെയ്താൽ മതിയാകും. അതിനുശേഷം നന്നായിട്ട് പൂക്കളുണ്ടാകുന്നതിനും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കുന്നതിനും വേണ്ടിയിട്ട് മാസത്തിൽ 1 തവണ NPK 19-19 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന അളവിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാകുന്നതിനും ലീഫുകൾ നല്ല ഗ്രീനിഷ് ആയിട്ട് ഇരിക്കുന്നതിനും അതിൻ്റെ pH ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് കാൽഷ്യം നൈട്രേറ്റും മാസത്തിൽ 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ ഇതേ അളവിൽ 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന അളവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആന്തൂറിയം പ്ലാന്റ്സിന് ഇനി എങ്ങനെ വാട്ടറിങ് കൊടുക്കാമെന്ന് നോക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പോട്ടിൻ്റെ ഡ്രൈനേജ് ഹോളിൽ കൂടി ഒഴിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ വാട്ടറിങ് ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കണമെന്നില്ല, നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നാൽ പിന്നീട് അടുത്ത തവണ വെള്ളം ഒഴിക്കുമ്പോൾ ആ പോട്ടി മിക്സ് നനവിൻ്റെ അംശം നോക്കിയ ശേഷം മാത്രം വീണ്ടും വാട്ടറിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ ഒരുപാട് ഡ്രൈ ആയി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. പ്ലാന്റിൻ്റെ ഈ മോയ്സ്ചർ കണ്ടൻറ്റ് വളരെ കുറഞ്ഞു കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിപ്പോയാൽ അപ്പോഴും ഇതിൻ്റെ റൂട്ടുകൾക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ട് തന്നെ തിരഞ്ഞെടുക്കണം. ഡ്രൈനേജ് ഹോളിൻ്റെ ഭാഗത്ത് ചെറിയ ചരൽക്കല്ലുകളോ അല്ലെങ്കിൽ ഓട് കഷ്ണങ്ങൾ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ അത് സഹായകമാകും. അതുപോലെ പോട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ പ്ലാന്റ് ഇരിക്കുന്നത് ഒരു 6 ഇഞ്ച് പോട്ടിലാണ്. അതിൻ്റെ ആ ഒരു വളർച്ച മാക്സിമം ആ ഒരു 6 ഇഞ്ചിലായി കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ തൈകൾ പൊട്ടി വരുന്നതിനും പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആകുന്നതിനൊക്കെ വേണ്ടിയിട്ട് മിനിമം ഒരു 10 ഇഞ്ച് പോട്ടെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ മാത്രം വെച്ച് വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്ലാന്റിനും അതുപോലെ തന്നെ ഫ്ലവറിന് നന്നായിട്ട് കളർ ഉണ്ടാവുന്നതിനും ഹെൽത്തി ആയിരിക്കുന്നതിനൊക്കെ അത് സഹായകമാകും. നല്ല വെളിച്ചം ആവശ്യമാണ്, എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു ഇൻഡോർ ആയിട്ടാണ് വളർത്താൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നനവ് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ലീഫിലും അതുപോലെ പൂക്കളിലൊക്കെ നല്ല രീതിയിൽ നനവ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പ്രേയും കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ആരോഗ്യമുള്ള ലീഫുകളും പൂക്കളും ഉണ്ടായി അതിലത്തെ പൊടിപടലങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ പ്ലാന്റിന് നല്ലൊരു ഹെൽത്തി ആയി നിൽക്കാനായിട്ടത് സഹായകമാകും. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആന്തൂറിയം പ്ലാന്റ്സിനെ നല്ല ഭംഗിയിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർത്താനായിട്ട് സാധിക്കും. ഈ പരിചരണ രീതിയൊക്കെ എല്ലാ ദിവസവും നമ്മൾ തുടരണമെന്നില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ലീഫുകൾ പഴുത്ത് തുടങ്ങുമ്പോൾ ആ ലീഫിനെ വെട്ടി മാറ്റി അതിൽ നിന്നും മാറ്റി കളയാനായിട്ട് ശ്രദ്ധിക്കുക. അവയൊക്കെ ആ പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ വീണ് കിടന്നാലും ഫംഗൽ ബാധ വരാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ ഇനി ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നഴ്സറികളിൽ നിന്നൊക്കെ പ്ലാന്റ്സ് വാങ്ങി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫംഗിസൈഡ് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ. ഫംഗിസൈഡ് എന്ന് പറയുമ്പോൾ ബാവസ്റ്റിൻ അല്ലെങ്കിൽ സാഫ്, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് ബാവസ്റ്റിനാണ്. ഇതും 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ഗ്രാം അളവിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത ശേഷം
പോട്ട് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അയക്കുന്നത് വിത്തൗട്ട് പോട്ടായിട്ടാണ്. ഇനി പോട്ടോട് കൂടി ആവശ്യമുള്ളവർ അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ അയക്കുന്നതാണ്. അപ്പോൾ കൊറിയർ ചാർജിൽ കുറച്ച് ഡിഫറൻറ്റ് വരുന്നതായിരിക്കും. നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വീഡിയോയുടെ അവസാനം കൊളാഷ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് അതിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് ടിക്ക് ചെയ്ത ശേഷം ഏത് കളേഴ്സാണ് വേണ്ടത്, ഡബിൾ ഷൂട്ടാണോ അതോ സിംഗിൾ ഷൂട്ടാണോ എന്നുള്ളത് മെൻഷൻ ചെയ്ത് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും. DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. അൺബോക്സിംഗ് സമയത്തുള്ള വീഡിയോയോ ഫോട്ടോയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റെഡിൽ മെറൂൺ ലീഫ് വരുന്ന റെഡ് ഫ്ലവറിൻ്റെ അതുപോലെ തന്നെ ചില വെറൈറ്റീസുകളൊക്കെ തീരെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. അതിൻ്റെ പ്ലാന്റ്സുകൾ നന്നേ മിനിയേച്ചർ ആയിരിക്കും. ചില വെറൈറ്റീസ് ആണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള സൈസുമാണ്. അതെടുത്ത് പറയാൻ കാരണം ചില കസ്റ്റമേഴ്സ് പ്ലാന്റ്സ് കിട്ടിക്കഴിയുന്ന സമയത്ത് പറയും ചില കളേഴ്സുകൾ തീരെ ചെറുതായിരുന്നു, വൈറ്റിനെ അപേക്ഷിച്ച് റെഡ് ചെറുതായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം എടുത്തു പറഞ്ഞത്. 2 തരത്തിലുള്ള സൈസാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. സിംഗിൾ ഷൂട്ടും ഡബിൾ ഷൂട്ടും. ഡബിൾ ഷൂട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് ഡബിൾ ഷൂട്ടും വിത്ത് ഫ്ലവറോടും കൂടിയ പ്ലാന്റ്സുകളായിരിക്കും. ഡബിൾ ഷൂട്ടിൻ്റെ പ്ലാന്റിന് വരുന്ന പ്രൈസ് 340 രൂപയാണ്. എല്ലാത്തിനും കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ്. പ്ലാന്റിൻ്റെ പ്രൈസ് മാത്രമാണ് 340 രൂപ വരുന്നത്. സിംഗിൾ ഷൂട്ടിൻ്റെയും സൈസ് നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും. എല്ലാം തന്നെ ഫ്ലവറോട് കൂടിയ പ്ലാന്റുകൾ തന്നെയാണ്. സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസ് വരുന്നത് 180 രൂപയാണ്. പ്ലാന്റ് സൈസും പ്രൈസും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട ശേഷം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആന്തൂറിയം പ്ലാന്റ്സ് എന്നൊന്ന് മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും വിട്ടുപോകരുത്. കൂടാതെ ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വീഡിയോ ഹൈപ്പ് ചെയ്യുകയും ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.